സംസ്ഥാനത്ത് വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരു മരണമുണ്ടായിട്ടുണ്ട്. ആ വാർത്തയിലേക്കാണ് ഇനി. തൃശൂർ പീച്ചിയിൽ ഉൾവനത്തിലാണ് താമരവെള്ളച്ചാൽ സ്വദേശി പ്രഭാകരൻ മരിച്ചത്. ആനയുടെ ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട മകനും മരുമകനുമാണ് മരണവിവരം പുറത്തറിയിച്ചത്. പീച്ചി റേഞ്ചിന് കീഴിലെ അമ്പഴച്ചാൽ വനമേഖലയിൽ വെച്ചാണ് ഇന്നലെ രാത്രിയോടെ ആക്രമണമുണ്ടായത്. വനവിഭവങ്ങൾ ശേഖരിച്ച് രാത്രി തങ്ങാൻ സ്ഥലം അന്വേഷിക്കുമ്പോഴാണ് ആനയുടെ മുന്നിൽപ്പെട്ടത്. മകൻ മണികണ്ഠനും മരുമകൻ ലിജോയും ഓടി രക്ഷപ്പെട്ടെങ്കിലും വലിയ ചാക്ക് കയ്യിലുള്ളതിനാൽ പ്രഭാകരന് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. വനവിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടി കാട്ടിൽ പോയതാണ്. അവർ താമസിക്കുന്ന സ്ഥലത്ത് കാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്താണ്, താമസിക്കുന്ന ഇടത്തിലേക്ക് വരുന്ന സമയത്താണ് ആന ഇവരെ അറ്റാക്ക് ചെയ്യണത്. കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല. അപ്പോഴാണ് ആന വന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പ്രഭാകരനെ വനത്തിന് പുറത്തെത്തിക്കാൻ ഒപ്പമുള്ളവർ ശ്രമിച്ചിരുന്നെങ്കിലും ഇതിനിടെ ജീവൻ നഷ്ടമായി. രാവിലെ മകനും മരുമകനും തിരിച്ചെത്തിയാണ് മരണവിവരം അറിയിച്ചത്. തുടർന്ന് വനംവകുപ്പ് സംഘം കാട്ടിലേക്ക് തിരിച്ചു. ഏറെ പരിശോധനകൾക്ക് ശേഷമാണ് മൃതദേഹം കണ്ടെത്താനായത്. കാട് വഴി എത്തിക്കുക ശ്രമകരമാകുമെന്ന് മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ പുഴ കടത്തി ബോട്ടിലാണ് മൃതദേഹം പീച്ചി IBയിലേക്ക് എത്തിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നാളെ മൃതദേഹം വീട്ടിലെത്തിക്കും. താമരവെള്ളച്ചാൽ കോളനിയിൽ നിന്ന് രാജീവ് സുദേവിനൊപ്പം നിഖിൽ പ്രമേഷ്, 24.